ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വലിയ ഹെവി മേക്കപ്പിനോടൊന്നും വലിയ താല്പര്യമില്ല. അല്ല ഞാൻ പറയുമായിരുന്നു, അല്ല മേക്കപ്പിനോട് താല്പര്യമില്ലാന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു എപ്പിസോഡ് എടുക്കാൻ സത്യമായിട്ട് ഞാൻ വിളിച്ച് പറയുകയാണ്, മാക്സിമം പോയ ഒരു 1.5-2 മണിക്കൂർ എടുക്കും. പക്ഷേ അശ്വതി ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിന് ഡ്രസ്സും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ 5 മണിക്കൂർ. ഇങ്ങനെ കള്ളം പറഞ്ഞാലേ കണ്ണുകൊട്ടി പോറയോ? ഇന്നലെ ഞാൻ കറക്റ്റ് 4 മണിക്കൂർ 4.25 മണിക്കൂറിൽ നിർത്തി. അങ്ങനെ കുറച്ച് മേക്കപ്പ് ഇട്ടു തന്നെ ഇരിക്കട്ടെ. പക്ഷെ എന്നാലും പണ്ടത്തെ പോലെ നമ്മളിങ്ങനെ തുമ്പ് കെട്ടി ഇടാറൊന്നുമില്ല. ഇന്നിപ്പോ മാക്സിമം എല്ലാവരും മുടി അഴിച്ചിടാനാ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ ഫുൾ ഇങ്ങനെ പെൺപിള്ളേരെ ശ്രദ്ധിച്ചറിയാം, മുടിയൊക്കെ അഴിച്ചിട്. ഈ പറഞ്ഞ സത്യമാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഇപ്പോഴുള്ള പെൺകുട്ടികളുടെ ഏകദേശം 90% ജീവിതത്തിന്റെ 90% ഈ മുഖത്തൂടെ കിടക്കുന്ന മുടി ഒതുക്കി ഇങ്ങനെ ചെവിയുടെ ബാക്കിലോട്ട് വയ്ക്കാനാണ് അവര് സമയം കണ്ടെത്തുന്നത്. സത്യമല്ലേ? എന്ത് പറഞ്ഞാലും അതെ. പിന്നെ ഞാന് വെറുതെ സംസാരിച്ചിട്ട് ഇതിനെങ്ങോട്ട് ഇടും, വന്നില്ല ഇങ്ങനെ കൊട്ടിയൊക്കെ ഇടും, തല വെട്ടിച്ചൊക്കെ വന്നു പിന്നെ ഇല്ല സാർ ഞാന് എന്തിനാ അതിനേക്കാൾ ഈ തൂങ്ങി കിടക്കുന്നതിനെ കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ബാക്കിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക അല്ലേ? ഇതെന്തിനാ ഇങ്ങനെ വെച്ചേക്കണേ? പിന്നെ എനിക്ക് പിടിച്ചിങ്ങോട്ട് പറ്റുമോ? അതാണ് ഇവർക്കൊക്കെ അതൊരു സ്റ്റൈലാക്കി മാറ്റണം. ഇതുപോലെ മേക്കപ്പിനെ കുറിച്ച് ഒരു കഥയുണ്ട്. ഭാര്യയും ഭർത്താവും കൂടെ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഇങ്ങനെ വീട്ടിന് പുറത്തിറങ്ങിയിട്ട് ഭർത്താവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ദേ ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്, നീ എത്ര സമയം ഒരുങ്ങാൻ കയറിയിട്ട്. ഉടനെ അകത്ത് നിന്ന് വൈഫ് പറയും, ഒരു 5 മിനിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യാം, 5 മിനിറ്റ് ഉടനെ ഞാൻ ഇറങ്ങി വരാം. വീണ്ടും ഇയാൾ നിൽക്കും, എടേ ഇറങ്ങി വരുന്നില്ലേ? ഉടനെ ദേഷ്യപ്പെട്ട് ഭാര്യ ഇറങ്ങിയിട്ട്, നിങ്ങൾക്ക് എന്താ ഇത്ര വെപ്രാളം? കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ പറയാൻ 5 മിനിറ്റ് എനിക്ക് തരാൻ. 1 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത്. അതൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു. ചേച്ചി എത്ര മണിക്കൂർ എടുക്കും? 1/2 മണിക്കൂർ വെറുതെ ഒരു പൊട്ടെടുത്ത് ഇങ്ങനെ വെക്കാൻ. ദൈവമേ, ബ്യൂട്ടി പാർലറിൽ പോകാത്ത നന്നായി. പക്ഷേ ചേട്ടൻ ഇപ്പൊ പറയുന്ന കേട്ടോ തോന്നും പുരുഷന്മാർക്ക് ഒന്നിനും സമയം വേണ്ടെന്നുള്ളത്. നിങ്ങൾ ഒരു മീശ തന്നെ താജ്മഹൽ പണിയാൻ എത്ര സമയം എടുക്കും അല്ലെ? മീശ ഇങ്ങനെ വളച്ചു വെക്കുന്നു, പിരിച്ചു വെക്കുന്നു, താഴ്ത്തി വെക്കുന്നു, ബുൾഗാൻ വെക്കുന്നു, കൊമ്പം മീശ വെക്കുന്നു, ഇവിടെ ഒക്കെ ചിരണ്ടി വെക്കുന്നു. എന്നെ കണ്ടിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇത് ഞാൻ ഫാഷൻ ആക്കിയതല്ല, അബദ്ധത്തിൽ ഫാഷൻ ആയതാണ്. ജിത്തു ആണ് ഇവിടുത്തെ മേക്കപ്പ് മാൻ. മറ്റേ ഇതെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച സമയത്ത് അവന് ഫോൺ വന്ന് കൈ എടുത്തപ്പോൾ ഇത്രയും കയറിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാ, ഇനി കുഴപ്പമില്ല കേട്ടോ, എവിടെയും കൂടെ അങ്ങനെ ആക്കിത്തരാം. അങ്ങനെ ഇതൊരു ഫാഷനായി വന്നതാണ് അബദ്ധത്തിൽ. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ജീവിത അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വേറൊന്നുമല്ല, എനിക്ക് ഒരു 1999 കാലഘട്ടത്തിലൊക്കെ ഞാൻ മിമിക്രി ആയിട്ട് ഓരോ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നു. ആ സമയത്ത് പത്തനംതിട്ട സാരംഗ് എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഞാൻ മിമിക്രി കളിക്കാൻ പോകും. അങ്ങനെ ഒരു കോളേജിലാണ് മിമിക്രി. എനിക്ക് അന്നുള്ളത് ഒരു സീസണിൽ 6 മാസത്തേക്ക് 2 ഷർട്ടേ കാണും. അപ്പോൾ ഒരു ഷർട്ട് നമ്മൾ ഇട്ടുകൊണ്ട് പോകും, എന്നിട്ട് അവിടെ ചെന്നിട്ട് വേറൊരു ഷർട്ട് കരുതി വെച്ചേക്കും. അതിട്ടുകൊണ്ടായിരിക്കും പ്രോഗ്രാമിന് കയറുന്നത്. അത്രയും വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ പ്രോഗ്രാമിന് തന്നെ 200 രൂപ 150 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അങ്ങനെ റെഡിയായി നമ്മളവിടെ ചെന്നു. ഞാൻ വൈറ്റ് ഷർട്ട് എടുത്തിട്ടു, ബ്ലാക്ക് ജീൻസും എല്ലാം ഇട്ട് റെഡിയായപ്പോൾ അന്ന് നമ്മളൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഹീറോ പെൻ എടുത്ത് ഇങ്ങനെ കുത്തി വെക്കും ഇവിടെ. പക്ഷെ ആർക്കോ ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഇടാതെ തന്നെ തിരിച്ചിങ്ങനെ കുത്തി ഇവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അത്രയും മഷി ഇങ്ങനെ പടർന്നു. വൈറ്റ് ഷർട്ടും കൂടെ ഇത്രയും ഒരു പൂവായി. എനിക്ക് അടുത്തങ്ങോട്ട് സ്റ്റേജിലോട്ട് കയറാൻ വേണം. ഞാനിങ്ങനെ ദൈവമേ എന്ത് ചെയ്യും? അങ്ങനെ ആ സമിതിയിലുള്ള പലരുടെയും ചോദിച്ചു, ചേട്ടാ ഒരു ഷർട്ട് തരൂ, നാണക്കേടാ, ഇതിൽ വേണം, എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷർട്ടങ്ങ് അഴിച്ചിട്ട് മേശപ്പുറത്തോട്ട് വെച്ചിട്ട് ആ ഹീറോ പെൻ എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് ഇതുപോലെ കുത്തി. അപ്പോൾ അവിടെയും പൂ വന്നു. കുത്തി ഷർട്ട് ഫുള്ള് ഞാൻ പൂവാക്കി. എന്നിട്ട് നേരെ അങ്ങോട്ട് കയറി. ആദ്യം ഇതിനേക്കാൾ ഗംഭീര കയ്യടിയായിരുന്നു എൻ്റെ എൻട്രിക്ക്. ഒരു കാര്യമില്ല, ഉഗ്രനായിട്ടുണ്ടല്ലോ, ഇതുപോലത്തെ ഒരു ഷർട്ട്, കളർഫുൾ ഷർട്ട് അവർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പ്രോഗ്രാം കഴിഞ്ഞു, ഒരുപാട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ നല്ല അഭിപ്രായം പറഞ്ഞു, ഉഗ്ര ഷർട്ട് കേട്ടോ, ഇത് ഇവിടുന്ന്. ഞാൻ പറഞ്ഞത് പുതിയാണ്, അമ്മ ഇപ്പോൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ഞാനിത് ഊരിയപ്പോൾ ഇവിടെ അത്രയും നീല എൻ്റെ ശരീരം അത്രയും